ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഭാരതമാകമാനം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെക്കുറിച്ച് വളരെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് നാം വരുന്ന ഞായറാഴ്ച മിഷൻ സൺഡേയായി വേർതിരിച്ച് ആചരിക്കുവാനായിട്ട് ഇടയാകും. ക്രൈസ്തവ ദൗത്യം ക്രിസ്തു സാന്നിധ്യമാവുക എന്ന വിഷയത്തെ അധികരിച്ചാണ് അന്നേ ദിനം സഭ ധ്യാനിക്കുവാനായിട്ടിടയാകും. ഏവൻഗേലിയോനായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ്. സദ്വർത്തമാനത്തിൻ്റെ പ്രഘോഷകരാകുവാനുള്ള ദൗത്യം യേശു ശിഷ്യന്മാരെ ഫലമേൽപ്പിക്കുകയാണ്. ദൗത്യം സഭയുടെ ഉത്തരവാദിത്വമാണ് എന്ന് കരുതിയിരുന്ന ഇടത്തു നിന്ന് ദൗത്യം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് കാൾ ബാത്ത് എന്ന പ്രശസ്ത ദൈവശാസ്ത്രജ്ഞനാണ്. ഇരുൾ നിറഞ്ഞ ലോകത്തിൽ ദൈവ വെളിച്ചം പകരുന്നതിനായി ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവാണ് നമ്മെ ദൗത്യ സന്നദ്ധരാക്കി തീർക്കുക. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായി ദൈവം തൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. സകല ജാതികളെയും തൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന ദൗത്യം താൻ നിയോഗിച്ചതായിട്ടുള്ള ശിഷ്യ സമൂഹത്തെ യേശു ഫലമേൽപ്പിക്കുവാനായിട്ട് ഇടയാകുന്നു. എല്ലാ തരത്തിലുമുള്ള വേലിക്കെട്ടുകൾക്ക് അതീതമായി രക്ഷയുടെ വെളിച്ചം പകരുക എന്നതാണ് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഗോസ്പൽ ഫോർ ഓൾ. ദൗത്യം ഒട്ടും സുഖകരമായ അനുഭവമല്ല. ദൗത്യത്തിൻ്റെ വൈഷമ്യം എന്താകുന്നു എന്ന് യേശു മുൻകൂട്ടി ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട് ഇടയാകും. ഇവിടെ ഈ വേദഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നാണ് പറയുക. നാം അയക്കപ്പെട്ട ആളുകളാണ്. ദൈവരാജ്യത്തിൻ്റെ ദൂത പങ്കുവയ്ക്കുവാനായി ദൈവത്തിൻ്റെ ലോകത്തിലേക്ക് ദൈവം നമ്മെ നിയോഗിച്ച് അയച്ചിരിക്കുന്നു. ദൈവരാജ്യം ലൗകിക രാജ്യ സങ്കല്പങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ്. ഈ വേദഭാഗം ഉയർത്തുന്ന ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, വെല്ലുവിളികളുടെ നടുവിൽ ധൈര്യത്തിൻ്റെയും സൗമ്യതയുടെയും സാന്നിധ്യമാകാനാണ് ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്നത് എന്നതാണ്. ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടിനെ പോലെ അയക്കുന്നു എന്ന് പറയുമ്പോൾ ബുഭുക്ഷതയോടെ അലറുന്ന ചെന്നായ്ക്കളെ സമീപിക്കാൻ ഉള്ള ധൈര്യം നമുക്കേറെ അനിവാര്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം ചെന്നായ്ക്കളെ സ്നേഹിക്കുന്നു, അവയുടെ രൂപാന്തരം ആഗ്രഹിക്കുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. എതിർപ്പും വിദ്വേഷവും മരണവുമൊക്കെ ഒരുപക്ഷെ ഈ ദൗത്യ വഴികളിൽ നാം നേരിടേണ്ടതായി വന്നു എന്ന് വന്നേക്കാം. ഛത്തീസ്ഗഡിലെ 2 കന്യാസ്ത്രീമാർ, സിസ്റ്റർ വന്ദന, സിസ്റ്റർ പ്രീതി, ഇപ്പോൾ തടവറയിൽ ആയിരിക്കുന്നതും മതപരിവർത്തനം, മനുഷ്യക്കടത്ത് എന്നീ പ്രശ്നങ്ങൾ അവരുടെ മേൽ ആരോപിച്ച് അവർ തടവിൽ അടക്കപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഈ സഹനങ്ങളുടെയൊക്കെ മുമ്പേ കാലികമായ ക്രൈസ്തവ ദൗത്യം എന്താകുന്നു എന്ന് നാം ഇരുത്തി ചിന്തിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. ദൈവരാജ്യം ലോകക്രമങ്ങളോട് വ്യത്യസ്തത പുലർത്തുന്നതിനാൽ അത് എതിർക്കപ്പെടും. ലോകം എപ്പോഴും അധികാരം, ശക്തി, അത്യാഗ്രഹം, വിദ്വേഷം എന്നിവയിൽ അടിസ്ഥാനപ്പെട്ടതാണ്. എതിർപ്പും വിദ്വേഷവും സ്വാർത്ഥതയിൽ നിന്ന് വരുന്നവയാണ്. അധികാര കേന്ദ്രങ്ങളിൽ നിന്ന്, സിനഗോഗുകളിൽ നിന്ന്, സ്വന്തം ഭവനത്തിൽ നിന്ന് പോലും എതിർപ്പുകൾ ഉണ്ടാകും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. വൈരത്താലും വാളിനാലും വല്ലാതെ വികൃതമാക്കപ്പെട്ട ഒരു ഭൂമികയിലാണ് നാം സുവിശേഷ ദൗത്യം നിർവഹിക്കാനായിട്ടിടയാകുക. സ്വയം രക്ഷിക്കാൻ കഴിയാത്ത കുഞ്ഞാടിനെ പോലെയാണ് അവൻ നമ്മെ അയക്കുന്നത്. നാം ചെന്നായ്ക്കളിൽ നിന്ന് വളരെ വിഭിന്നരാണ് എന്ന് നാം ഓർക്കണം. ഉപദ്രവവും പ്രതികാരവും നമുക്ക് പാടില്ല. ചെന്നായെ കണ്ട് ഭയന്നോടുക എന്നതല്ല, സ്വയം പ്രതിരോധിക്കാനാകാത്ത ആടിന് ഇടയനാണ് അതിനുള്ള പ്രതിരോധം നിർവഹിക്കാനായിട്ടിടയാകുക. ശിഷ്യർ ഇടയരില്ലാത്ത ആടുകൾ അല്ല. ഇടയനോട് ചാരി മാത്രമേ ആടിന് ജീവിക്കാനും നിലനിൽക്കുവാനും സാധിക്കുകയുള്ളൂ. പുൽപ്പുറങ്ങൾ കണ്ടെത്താൻ അതിനിടയൻ ആവശ്യമാണ്.
ഇളക്കങ്ങളില്ലാത്ത നിശ്ചല ജലത്തിൽ നിന്ന് ആടിന് കുടിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതൊരുക്കി കൊടുക്കുവാൻ ഇടയന് മാത്രമേ സാധിക്കൂ. സ്വയ സംരക്ഷണത്തിന് അതിനുപാധികളില്ല. അതിനെ സംരക്ഷിക്കാൻ ഇടയൻ്റെ സാന്നിധ്യം വേണം. സ്വയം ശുദ്ധീകരിക്കുവാനുള്ള കഴിവ് അതിനില്ല. അതിനെ വെടിപ്പോടും വിശുദ്ധിയോടും സൂക്ഷിക്കുന്നതിന് ഇടയൻ ഏറ്റവും അനിവാര്യമാണ്. ഭയം ഉള്ളവരാകുകയല്ല. ഭയം സൂചിപ്പിക്കുന്നത് സ്വയം ശക്തിയിൽ ആശ്രയിക്കുന്നു എന്നതാണ്. മറിച്ച് ദൈവപ്രവൃത്തിക്ക് നമ്മെ തുറന്നു കൊടുക്കുന്നതാണ് ഏറ്റവും കരണീയമായിട്ട് ഉള്ളത്. ഇടയൻ സഹായിക്കും, ഓടി രക്ഷപ്പെടുന്നതിനല്ല, വളരെ സഹിഷ്ണുതയോടെ നിലനിൽക്കാൻ അത് സഹായിക്കും എന്നുള്ളതിന് സംശയമില്ല. അതുകൊണ്ട് പൂർണ്ണമായും ദൈവത്തിലും ദൈവീക നടത്തിപ്പിലും ശരണം വെച്ചുകൊണ്ടുള്ള ഒരു ജീവിതമായിരിക്കണം ശിഷ്യന് നയിക്കുവാനായിട്ടുള്ളത് എന്നത് നമ്മൾ ഓർക്കണം. ലവ് ഈസ് ദ റൂട്ട് ഓഫ് മിഷൻ, സാക്രിഫൈസ് ഈസ് ദ ഫ്രൂട്ട് ഓഫ് മിഷൻ എന്ന് പറയാറുണ്ട്. രണ്ടാമത്തെ പാഠഭാഗത്തെ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ തിമോഥെയോസിനോട് പറയുന്നു, നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്കാം. രണ്ടാമതായിട്ട് ഈ ഭാഗം ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ വിവേകത്തിൻ്റെയും നിഷ്കളങ്കതയുടെയും ക്രിസ്തു സാന്നിധ്യമായി വർദ്ധിക്കണം എന്നാണ്. പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കണം. പ്രതികൂലങ്ങളിൽ നിഷ്ക്രിയരാകുകയല്ല, അതിജീവനത്തിനുള്ള വഴികൾ കണ്ടെത്തുക അനിവാര്യതയാണ്. വിവേകം എന്ന് പറയുന്നത് ടു നോ വെൻ ടു സ്ട്രൈക്ക് ആൻഡ് വെൻ ടു വിത്ഡ്രൂ എന്നതാണ്. രാജാവായി വാഴുവാനായിട്ട് തത്രപ്പെടുന്ന ജനസമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിട്ടുള്ള ക്രിസ്തു എത്ര വിവേകപൂർവമായിട്ടാണ് സാഹചര്യങ്ങൾ ഇടപെടുന്നത് എന്ന് നമ്മൾ കാണുന്നു. ചാട്ടവാർ എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളിൽ അതെടുക്കുവാനും കർത്താവ് അമാന്തിച്ചില്ല എന്ന് നാം മനസ്സിലാക്കുന്നു. അഥേനയിലെ ജനങ്ങളോട് പൗലോസ് നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാത ദേവൻ യേശു ആണ് എന്ന് കൗശലത്തോടെയാണ് പൗലോസ് അവതരിപ്പിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇന്നത്തെ നവമാധ്യമങ്ങളൊക്കെ അപകടക്കെണികൾ ഒരുക്കി കാത്തിരിപ്പുണ്ട് എന്നുള്ള വിവേകം എല്ലായ്പ്പോഴും നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. ആവശ്യമുള്ളത് മാത്രം കാണാനും കേൾക്കുവാനും സാധിക്കുക എന്ന് പറയുന്നത് വിവേകത്തോടു കൂടിയുള്ള പെരുമാറ്റമാണ് എന്ന് നാം ഓർക്കണം. മനഃപൂർവ്വമായി പീഡനങ്ങൾക്ക് നിന്ന് കൊടുക്കേണ്ടതില്ല എന്ന് നാം മനസ്സിലാക്കണം. എന്ത് പറയണം, എന്ത് പറയണ്ട എന്നതിൻ്റെ അറിവ് നമുക്ക് ഉണ്ടാകണം. വിവേകമുള്ളവർ മാത്രമല്ല, ഇവിടെ പറയുന്ന പ്രാവിനെ പോലെ നിഷ്കളങ്കരായി തീരണം എന്നതാണ്. നിഷ്കളങ്കതയുടെ അതിൻ്റെ മൂലഭാഷ നമ്മൾ ശ്രദ്ധിച്ചാൽ സിംഗിൾ മൈൻഡഡ്, കപടതയില്ലാത്തവരാകണം എന്ന അർത്ഥമാണ് അതിന് നൽകുക. കാപട്യത്തിൻ്റെ വല്ലാത്ത ശൈലികൾ അവലംബിക്കപ്പെടുന്ന ആളുകൾ ധാരാളമുള്ള ഇടങ്ങളാണ് ഇന്ന് നാം കാണുക. നമ്മുടെ ദൗത്യ മേഖലകളിൽ കപടമില്ലാത്തവരായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിഷമമാണ് എനിക്ക് വിപരീത ദിശകളിൽ ആടുവാൻ പാടുവാൻ, കപട ലോകത്തിൽ ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായതാണ് എൻ്റെ പരാജയം എന്ന് വിലപിച്ച ഒരു കവി പാർത്ത നാട്ടിലാണ് നാം പാർക്കുവാനായിട്ട് ഇടയാകേണ്ടത്. ക്രിസ്തു ശിഷ്യൻ്റെ പ്രഘോഷണ മാർഗം ജീവിത സാക്ഷ്യത്തിൻ്റെതാകണം. കൃപയുടെയും കാരുണ്യത്തിൻ്റെയും ദയയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമായ പ്രാവിനെ പോലെ വിശ്വസ്തരായി വിശുദ്ധിയോടെ കരുണയോടെ ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയണം. നാടോടുമ്പോൾ നടുവെ ഓടുന്നവരല്ല, വ്യത്യസ്തരായി ജീവിക്കുവാൻ കഴിയുന്ന, ജാതിയുടെയോ മതത്തിൻ്റെയോ രാഷ്ട്രീയത്തിൻ്റെയോ പേരിലല്ല, സ്നേഹത്തെ പ്രതിയുള്ള ശുശ്രൂഷ നിർവഹിക്കാനായിട്ട് കഴിയുന്ന. പ്രാവിനെക്കുറിച്ച് പറയുന്നത് ഒരിക്കലും പ്രതികാരം ചെയ്യാത്ത ഒരു ജീവിയാണത് എന്നാണ്. ഉപദ്രവിച്ചാൽ കണ്ണീരിറ്റിച്ച് കടന്നു പോകുന്ന ഒരു ജീവി. ഒറ്റുകാരനെ സ്നേഹിത എന്ന് വിളിക്കുന്ന യേശു, തള്ളിപ്പറഞ്ഞവനെ തേടിപ്പോകുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം അത് നമ്മിൽ അനുവർത്തിക്കുവാനായിട്ട് കഴിയേണ്ടത് അനിവാര്യമാണ്. ഇറുപ്പവനും മലർ ഗന്ധമേകും, വെട്ടുന്നവനും തരു ചൂടകറ്റും, ഹനിപ്പവനും കിളി പാട്ടുപാടും, പരോപകാര പ്രവണം പ്രപഞ്ചം. മൂന്നാമത്തെ ചിന്ത ഈ ഭാഗം നൽകുന്നത് ആത്മനിയന്ത്രിത ജീവിതത്തിലൂടെ
വെളിപ്പെടുത്തുന്ന ദൈവ സാന്നിധ്യത്തെക്കുറിച്ചാണ്. പരിശുദ്ധാത്മ നിറവിലാകണം നമ്മുടെ ശുശ്രൂഷകൾ നിർവഹിക്കുവാനായിട്ടിടയാകുക. പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറയുന്ന മറ്റൊരു വാചകമാണല്ലോ കണ്ടിന്യൂം ക്രിസ്റ്റി. ക്രിസ്തു അനുഭവം നമ്മുടെ ക്രിസ്തു സാന്നിധ്യത്തിന് ഏറ്റവും അനിവാര്യമാണ്. പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിതമായ ഒരു ജീവിതം. പ്രവർത്തനത്തെക്കുറിച്ചും പ്രഘോഷണത്തെക്കുറിച്ചും വിചാരപ്പെടേണ്ട, അത് ആത്മാവ് നമുക്ക് ഉപദേശിച്ചു തരുവാനായിട്ടിടയാകും. നിക്കോദിമോസിനോട് കർത്താവ് പറയുന്നില്ലേ, നീ കാറ്റിന് കാതോർക്കുക, കാറ്റിൻ്റെ വഴിയിൽ ഒന്ന് നിന്നു കൊടുത്താൽ മതി. അലൗ ദ ഹോളി സ്പിരിറ്റ് ടു ടേക്ക് ഓവർ അസ്. ദൈവിക സന്ദേശങ്ങൾക്ക് സാക്ഷിയാകുവാനായിട്ടിടയാകുക. യേശുവിൻ്റെ സാക്ഷിയാകുക എന്ന് പറയുന്നത് വൈവിധ്യങ്ങളായ തലങ്ങളിൽ നമുക്ക് നിർവഹിക്കുവാനായിട്ട് സാധിക്കും. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് നീതിപൂർവകമായ നിഷ്കളങ്കമായ സമർപ്പിത ജീവിതം. നമ്മുടെ ജീവിതം തന്നെ ഒരു പ്രഘോഷണ വിഷയമായി മാറും. 2, അവനെ നമ്മുടെ അധരങ്ങൾ കൊണ്ട് പ്രഘോഷിക്കുവാനായിട്ടിടയാകുക. ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ, ലഭിക്കുന്ന ഇടങ്ങളിലൊക്കെ, സാധ്യമായ ആളുകളോടൊക്കെ അത് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കുക. 3-ാമത്തെ മേഖല നാം നിർവഹിക്കുന്ന ക്രിസ്തീയ സമർപ്പണ ശുശ്രൂഷകളിലൂടെയാണ്. മദർ തെരേസ ലോകത്തിന് അമ്മയായി മാറിയത് ക്രിസ്തു സ്നേഹത്തെ വികൃതമാക്കപ്പെട്ട ഓരോ മനുഷ്യമുകളിലും ക്രിസ്തുവിനെ കണ്ട് ശുശ്രൂഷയിലൂടെ പങ്കുവയ്ക്കുവാനായിട്ട് ആ അമ്മയ്ക്ക് സാധിച്ചു എന്നുള്ള ഇടത്താണ്. 4-ാമത്തെ ഒരു മേഖല ശത്രുക്കളെയും സ്നേഹിക്കുന്ന ജീവിത രീതികളിലൂടെയാണ്. നമുക്ക് വിദ്വേഷങ്ങളില്ല, നമുക്ക് എതിർപ്പുകളില്ല, പിണക്കങ്ങളില്ല. ഏതൊരുവനെയും സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹത്തിൻ്റെ വിശാലതയാണ്. 5-ാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്നത് പീഡനങ്ങളുടെ മധ്യയുള്ള നമ്മുടെ നിലപാടുകളിലൂടെയാണ്. ശിഷ്യത്വം ക്രിസ്തുവിൻ്റെ കഷ്ടതയുടെ പങ്കാളിത്തമാണ് എന്നത് നാം വിസ്മരിച്ച് കളയരുത്. മരണത്തിലൂടെ പോലും വെളിപ്പെടുത്തപ്പെടുന്നതായിട്ടുള്ള മഹത്വമാർന്നതായിട്ടുള്ള ഒരു സമർപ്പണം. സഭ രക്തസാക്ഷികളുടെ സഭയാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. നമ്മുടെ ഈ ചെറു ജീവിതത്തെ ചെറു ശുശ്രൂഷകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാനായിട്ടിടയാകണം. ക്രൈസ്റ്റ് ഈസ് വർത്ത് ഹാവിങ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ലൈഫ് എന്ന് പറയാറുണ്ടല്ലോ. ലൈഫ് ഈസ് നോട്ട് വർത്ത് ഹാവിങ് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഹെൽ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തത്തക്കവണ്ണം, അത് മരണം വരിക്കേണ്ട സാഹചര്യങ്ങളിലാണെങ്കിൽ പോലും അത് ഏറ്റെടുക്കുവാനുള്ള സമർപ്പണമാണ് നമുക്ക് ആവശ്യം. ഈ ഹ്രസ്വ ജീവിതത്തെ അങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയണം. പി രാമചന്ദ്രൻ്റെ ലളിതം എന്ന് പറയുന്ന കവിത പറയുന്നത് പോലെ, ഇവിടെയുണ്ട് ഞാനെന്നറിയുവാൻ മധുരമായൊരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് താഴെയിട്ട ചെറു തൂവൽ മാത്രം മതി. ഇനിയും ഉണ്ടാകുമെന്നതിന് അടയിരുന്നതിന് ചൂട് മാത്രം മതി. ഇതിലുമേറെ ലളിതമായി എങ്ങനെ കിളികൾ ആവിഷ്കരിക്കുന്നു ജീവനെ. 4-മതായിട്ടൂടെ പറയണം, ഈ ദൗത്യം മനുഷ്യപുത്രൻ്റെ വരവോളം നിർവഹിക്കുന്ന ശുശ്രൂഷയാണ്. സുവിശേഷത്തിൻ്റെ പങ്കുവയ്ക്കലാണ് സഭയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. അത് അവസാനത്തോളം സഹിക്കുന്നതിലാണ്, അതിനുവേണ്ടി അവസാനത്തോളം സഹനങ്ങളിൽ ഏറ്റെടുക്കുന്നതിലാണ് രക്ഷ നിലനിൽക്കുവാനിടയാകുക. ഉപദ്രവം ഏൽക്കേണ്ടി വന്നാൽ അവിടെ നിന്ന് അടുത്ത ഇടത്തേക്ക് പോകണം, ദൗത്യം അവസാനിപ്പിക്കണം എന്നല്ല. പൗലോസിൻ്റെ യാത്രകളിലൊക്കെ പല തരത്തിലുള്ള പ്രതിസന്ധികൾ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നു. കഷ്ടത, പട്ടിണി, നഗ്നത, വാള്, ആപത്ത് എന്തെല്ലാം വന്നിട്ടും യഹൂദരിൽ നിന്നും റോമകളിൽ നിന്നും ഒക്കെ പീഡനങ്ങൾ ആദിമസഭകളിൽ വന്നപ്പോഴും അവർ ചിതറിപ്പോയ ഇടങ്ങളിലൊക്കെ അവർ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പങ്കുവെച്ചു. പൗലോസും തളരാതെ സുവിശേഷത്തിന് വേണ്ടി നിലകൊണ്ടു എന്ന് നമ്മൾ കാണുവാനായിട്ടിടയാകുന്നു. പീഡനങ്ങളുടെ കാലങ്ങളിലൊന്നും സഭ തളർന്നില്ല, സഭ വളർന്നു എന്ന് നമ്മൾ കാണുന്നു. നമ്മൾ പണ്ട് പാടുന്ന പാട്ടിൽ പറയുന്നത് പോലെ, അടിയുടെ മുൻപിൽ വെടിയുടെ മുൻപിൽ തകരുകയില്ലേ മാർഗം, അടിച്ചമർത്താൻ നോക്കും തോറും അടിക്കടി ഉയരും ഈ സുവിശേഷം എന്ന് നമ്മൾ നിരന്തരം നമ്മെ തന്നെ ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ തളർന്നു പോകാതെ കർത്താവിൻ്റെ ശുശ്രൂഷ ആയുസ്സുള്ളിടത്തോളം നിർവഹിപ്പാൻ ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുകയാണ്. പൗലോസ് പറയുന്നത് പോലെ റോമാലേഖനത്തിലെ ശ്ലീഹാഭാഗത്തിൽ പറയുന്ന 1-ാം അധ്യായത്തിൽ പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് യാതൊരു ലജ്ജയുമില്ല, അത് യഹൂദനോടും യവനനോടും പങ്കുവയ്ക്കുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറയുന്ന ആ സമർപ്പണം ഈ ദൗത്യ ഞായറിൽ നമ്മുടെ ഹൃദയങ്ങളിൽ പേറി ആയുസ്സുള്ളിടത്തോളം കർത്താവിൻ്റെ സാക്ഷിയായി നമുക്ക് ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.